ജനറ്റിക് ഡിസോർഡർ ഏത് അവയവത്തിനെയും ബാധിക്കാം. അപ്പം ഒരു എന്താ പറയുക, ഒരു ന്യൂറോളജി ഒ പിയിൽ നിൽക്കുന്ന ഒരു പേഷ്യൻറ്റ്, യങ് സ്ട്രോക്ക്, 28 വയസ്സിൽ പുള്ളിക്ക് സ്ട്രോക്കായി. അത് പക്ഷേ സാധാരണ ഉണ്ടാകുന്ന സ്ട്രോക്ക് അല്ല. അതായത് 60-70 വയസ്സായിട്ട് പ്രഷർ, ഷുഗർ, ഈ വിധ കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ട് വരുന്ന സ്ട്രോക്ക് അല്ല. അവർക്ക് സ്ട്രോക്ക് ഉണ്ടാകാൻ ഇൻഹെറൻ്റ്ലി ജന്മനാ തന്നെ ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് 28 വയസ്സിൽ അവർക്ക് സ്ട്രോക്ക് ഉണ്ടായത്. അതുപോലെ ഈ വേറൊരു അസുഖമുണ്ട്, മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് ഇൻ യങ്. അപ്പോൾ അവർക്ക് 20 വയസ്സിൽ ഡയബറ്റിസ് വരും. അപ്പം അത് ഒരു ജനറ്റിക് കാരണമാണ്. അതായത് ഇതിൽ ജീനിൻ്റെ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജീൻ വ്യത്യാസം കൊണ്ടാണ് ഈ യങ് ഏജിൽ ഡയബറ്റിസ് വരുന്നത്. അതിന് പറയുന്ന MODY, മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് ഇൻ യങ്. അപ്പോൾ ഇതുപോലെ ഏത് സ്പെഷ്യാലിറ്റിയിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രത്യേക രീതിയിലല്ല. ഇപ്പം കാർഡിയോളജിയിലാണെങ്കിൽ നമുക്കറിയാം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ന്യൂറോളജിയിലാണെങ്കിൽ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ. പക്ഷേ ജനറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ അവയവങ്ങളെ സംബന്ധമായ രോഗങ്ങൾ വരും. അതായത് ഇപ്പോൾ നമ്മൾ പീഡിയാട്രിക്സിൽ കുട്ടികൾ വരില്ല എല്ലാ അസുഖങ്ങളും ആയിട്ട്, അതുപോലെ ജനറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗർഭസ്ഥ ശിശുവിൽ തൊട്ട് ജനിച്ച് കഴിഞ്ഞ കുട്ടികൾ തൊട്ട് അഡൽട്ടിലും വയസ്സായവരിലും ഉള്ള രോഗങ്ങളും വരുന്നുണ്ട്. ഇതൊരു ഹോൾ സ്പെക്ട്രമാണ്, ഒരു ഏരിയയിലല്ല, അല്ലെങ്കിൽ ഒരു ഏജിലല്ല.